ക്രാഫ്റ്റ് ഒക്കെ ചെയ്യാൻ മടിയുള്ള ടൈമിൽ ഞാൻ എപ്പോഴും ചെയ്യുന്നത് ഇങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു തട്ടിക്കൂട്ട് ജേർണലിങ് ചെയ്യാമെന്നാണ്. അതേപോലെ തുടങ്ങിയൊരു ജേർണലിംഗ് ആണ് ഇതും. അതായത് പരിസ്ഥിതി ദിനം പ്രമാണിച്ച് നമ്മൾ സ്റ്റാർട്ട് ചെയ്ത ഒരു ജേർണലിംഗ്. അവിടെ ഇവിടെയൊക്കെ കുറച്ച് പച്ചപ്പ് കൊണ്ടുവരാനേ ഞാൻ ആഗ്രഹിച്ചുള്ളൂ. പക്ഷെ ചെയ്തു വന്നപ്പോഴേക്കും ഒരുമാതിരി കാടിളകി വരുന്ന പോലെ ആയിപ്പോയി എന്റെ ഈ ഒരു ജേർണലിംഗ്. നിങ്ങൾ എന്തായാലും വന്ന് കണ്ട സ്ഥിതിക്ക് ഇതിന്റെ അവസാനം വരെ കണ്ടേച്ചും പോയാൽ മതി. കാരണം ഞാൻ അതുപോലെ എഫേർട്ട് ഇട്ട് കൊളവാക്കിയൊരു ജേർണലിംഗ് എന്ന് തന്നെ പറയാം. ഭയങ്കരമായ ഐഡിയ ഒക്കെ ഇട്ടിട്ടാണ് ഞാൻ ഇവിടെ ഈ ഇലകളൊക്കെ വരച്ചോണ്ടിരിക്കുന്നത്. എന്റെ മൈൻഡിൽ ഇതിങ്ങനെ കൊളവാകുന്നൊന്നും ഞാൻ വിചാരിക്കുന്നേ ഇല്ല. ഞാൻ വാഷി ടേപ്പ് എടുക്കുന്നു, കുറച്ച് സ്റ്റിക്കർ എടുക്കുന്നു, അത് അവിടെ ഇവിടെയൊക്കെ ഒട്ടിക്കുന്നു. അങ്ങനെ ചെയ്തു വന്നപ്പോഴേക്കാണ് അവസാനം ഇങ്ങനെയായെന്നൊക്കെ ഞാൻ ഓർക്കുന്നത് തന്നെ. പിന്നെ ഓർത്ത് അങ്ങനെയൊന്നും ചെയ്യണ്ടായിരുന്നു, ഒരു ഐഡിയ വെച്ചിട്ട് ചെയ്താൽ മതി എന്നായിരുന്നു ഞാൻ വിചാരിച്ചത്. എങ്കിലും സാരമില്ല, ജൂൺ 5 അല്ലേ, അതിവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. അതുകൊണ്ട് അപ്ലോഡ് ചെയ്യുന്നതേ ഉള്ളൂ. പിന്നെ ഈ ഒരു ജേർണലിങ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. അതേപോലെ നമ്മുടെ ചാനലിൽ ഇപ്പോൾ ഒരു ഗിവ് അവേ സ്റ്റാർട്ട് ആയിട്ടുണ്ട്. അതിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വേഗം പോയി പാർട്ടിസിപ്പേറ്റ് ചെയ്തോളൂ. പാർട്ടിസിപ്പേറ്റ് ചെയ്യാനായിട്ട് നമ്മുടെ ചാനലിൽ സബ്സ്ക്രൈബർ ആയിരിക്കുക, നമ്മുടെ വീഡിയോയ്ക്ക് കമൻറ്റ് ഇടുക. അത്രയും മാത്രം ചെയ്താൽ മതി. എനിക്ക് തോന്നുന്നു ഈ ഒരു പേപ്പർ ഒട്ടിച്ചപ്പോഴാണ് അതിൻ്റെ ഒരു ഭംഗിയെ പോയതെന്ന്. കാരണം ഞാനൊരു പച്ച കൊണ്ടുവരാൻ വേണ്ടിയിട്ട് ശ്രമിച്ചതാണ്, പക്ഷേ ഇത് എനിക്ക് അതിനോട്ടൊരു മാച്ചായിട്ട് തോന്നിയില്ല. പിന്നെ ഒട്ടിച്ച സ്ഥിതിക്ക് അത് പറിച്ചു കളയാനൊട്ട് പറ്റിയതുമില്ല. പിന്നെ നമുക്ക് പറ്റുന്നത് കുറച്ച് സ്റ്റിക്കർ ഒട്ടിക്കാന്ന്. ഞാനിപ്പോൾ എൻ്റെ വെട്ടി വെച്ചിരിക്കുന്ന സ്റ്റിക്കർ എടുത്തങ്ങ് കമത്തി അതിൽ നിന്ന് പച്ച കളറിൽ എന്തെങ്കിലുമൊക്കെ കിട്ടുവാണെങ്കിൽ അതെല്ലാം പെറുക്കി ഒട്ടിക്കാന്ന് വെച്ചു. അങ്ങനെ ഞാൻ ആ ഒരു സ്റ്റിക്കറിന്റെ വൃത്തികേട് മാറ്റാനായിട്ട് വേറെ കുറേ പച്ച സ്റ്റിക്കർ തപ്പി അതിൽ നിന്ന് കുറേ പച്ച സ്റ്റിക്കറൊക്കെ എടുത്ത് മാറ്റി വെച്ചിട്ടുണ്ട് അവിടെ ഇവിടെയൊക്കെ ആയിട്ട് ഒട്ടിക്കാനായിട്ട്. അങ്ങനെ ആദ്യത്തെ സ്റ്റിക്കർ പൊളിച്ചു. അത് എവിടെ വെട്ടിക്കണം എന്നുള്ള എനിക്ക് ഒരു ഐഡിയ ഉണ്ടായിരുന്നില്ല. പിന്നെ അതൊക്കെ താഴെ തന്നെ ഒട്ടിച്ചു. പിന്നെ ഒരു സൺഫ്ലവർ അങ്ങ് കൊടുത്തു. പക്ഷെ എനിക്ക് എന്താ സൺഫ്ലവർ അങ്ങ് ഒട്ടിച്ചപ്പോഴേക്കും നല്ല ഭംഗി തോന്നി. പിന്നെ കുറച്ച് ഹാങ്ങിങ് പ്ലാന്റ്സും കൂടെ അതിലേക്ക് കൊടുത്തിട്ടുണ്ട്. ഞാൻ കുറേ പച്ച സ്റ്റിക്കർ എടുത്തു, പക്ഷെ എനിക്ക് അതെല്ലാം കൂടി ഇതിനകത്തോട്ട് ഒട്ടിക്കാൻ പറ്റാത്തതുകൊണ്ട് ഞാൻ ഈ ഒരു ഹാങ്ങിങ് പ്ലാന്റ്സ് മാത്രമാണ് ആദ്യം കൊടുത്തത്. പിന്നെ ഈ ഒരു സ്റ്റിക്കർ അവിടെ എന്തിനു കൊടുത്തു എന്ന് എനിക്ക് ഇപ്പോഴും അറിയത്തില്ല. അങ്ങനെ മൊത്തത്തിൽ ഈ ഒരു സ്റ്റേജൊക്കെ ആയപ്പോഴേക്കും എനിക്ക് മനസ്സിലായി സംഭവം കയ്യിന്ന് പോയിന്ന്. അതോടെ ഞാൻ ബാക്കി സ്റ്റിക്കർ എല്ലാം മാറ്റി വെച്ചതിന് ശേഷം ഇതും കൊണ്ട് അങ്ങ് അവസാനിപ്പിച്ചു. പിന്നെ ഈ ഒരു ജേർണലിങ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും കമൻറ്റ് ചെയ്യുക. പിന്നെ എനിക്ക് കുറച്ചൊക്കെ എന്തൊക്കെയോ അഭംഗിയായിട്ട് തോന്നി, എങ്കിലും സാരമില്ല, നമുക്ക് ഇവിടെ കിടക്കട്ടെ എന്ന് വിചാരിച്ചു. മറക്കണ്ട നമ്മുടെ ഗിവ് അവേയിൽ പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. പിന്നെ ഈ ഒരു ജേർണലിങ് ഇഷ്ടപ്പെട്ടെങ്കിൽ മറക്കാതെ നമ്മുടെ ഈ ചാനലിൽ, അതായത് ഈ വീഡിയോയിൽ കമൻറ്റ് കൂടി ചെയ്തേക്കാം.